സുനിൽ തുടരുന്നുണ്ട്. സുനിൽ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനകത്ത് അന്വേഷണം നടത്തിയതാണ്, പ്രതികളെ കണ്ടെത്തിയതാണ്. അപ്പോൾ ഒരു പ്രതികളെ കണ്ടെത്തിയപ്പോൾ വിചാരണ ഘട്ടത്തിലാണ് കേസ് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്വാഭാവികമായും കോടതിയിലെത്തുമ്പോൾ അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ വേണ്ടിവരും. അവിടെ ഇപ്പോൾ കേസ് അട്ടിമറിക്കപ്പെട്ടതാണെങ്കിൽ തന്നെ അന്വേഷണ ഏജൻസിയും ഉദ്യോഗസ്ഥരുമൊക്കെ കുടുങ്ങുമല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സംശയമൊക്കെ, ഈ പറയുന്ന ദുരൂഹതയൊക്കെ, അതങ്ങനെ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത അത്ര വലിയ രീതിയിൽ ഉണ്ടാകുമോ? ഒരു സംശയം. അട്ടിമറിക്കപ്പെടും എന്നുള്ള ആക്ഷേപം സലീമിന്റെ പിതാവ് യൂസഫ് ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തിയിരുന്നു. അത് ഒരു സ്വതന്ത്ര ഏജൻസി, ഒരു ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ കൂടിയും പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചാണ് 7 NDF പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അവരുടെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ആ 7 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് കണ്ണൂർ തലശ്ശേരി കോടതിയിൽ, ജില്ലാ സെഷൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച വിചാരണ നടന്നു വരികയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആരോപണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പിതാവ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും കോടതി അത് ഏത് തരത്തിലാണ് എടുക്കുക എന്നത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയായിരിക്കും. ഇനി ഒരു തുടരന്വേഷണം എന്നൊരു ആവശ്യം കൂടി അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. അതൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ ഫസൽ വധക്കേസിനെ കുറിച്ച് അതിന്റെ ഒരു ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാനിരുന്നതാണ്, ഈ ഫസൽ വധക്കേസുമായുള്ള കണക്ഷൻ എന്താണ് ഈ സംഭവത്തിന്? സൈഫുദ്ദീൻ, ഈ ഫസൽ വധക്കേസ് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് CBI അന്വേഷണം നടത്തിയ, CBI അന്വേഷിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് ഫസൽ വധക്കേസ്. അതായത് NDF-കാരനായിരുന്ന CPM പ്രവർത്തകനായിരുന്ന ഫസൽ NDF-ലേക്ക് കൂറുമാറി എന്നാരോപിച്ചുകൊണ്ട് അദ്ദേഹം പത്രവിതരണക്കാരനായ ഫസലിനെ 2006 കൊലപ്പെടുത്തുന്നത്. അതായത് 2008 സലീം കൊല്ലപ്പെടുന്നതെങ്കിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് 2006 ഒക്ടോബർ മാസത്തിലാണ് ഇത്തരത്തിൽ ഫസൽ പുലർച്ചെ പത്രവിതരണത്തിനിടെ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇത് RSS-കാരാണ് ഫസലിനെ കൊലപ്പെടുത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. അതായത് ഒരു RSS നേതാവിന്റെ വീട്ടിൽ ഫസലിന്റെ ചോര പുരണ്ട തൂവാല കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം ഷാജി എന്ന് പറയുന്ന കുട്ടൻ ഷാജി എന്ന് വിളിക്കുന്ന ഒരു RSS പ്രവർത്തകനോട് ഈ കൊലപാതകം ഏറ്റെടുക്കാമോ എന്ന് CPM പ്രവർത്തകർ ചോദിച്ചു എന്ന ആക്ഷേപമുണ്ടായി. ഒപ്പം ഈ ഫസലിന്റെ കൊലപാതകം കണ്ട വീട്ടമ്മയോട് അവരെ സ്വാധീനിക്കാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ വന്ന ഒരു കേസാണിത്. അതായത് RSS ആണെന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിച്ചെങ്കിലും പിന്നീട് CBI അന്വേഷണം നടത്തുകയും ആ CBI-യുടെ അന്വേഷണത്തിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനുമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കൊടി സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയത്ത് ഫസലിനെ കൊലപ്പെടുത്തിയത് താൻ അടങ്ങുന്ന സംഘമാണ് എന്ന് കൊടിസുനി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് CPM-ലേക്ക് എത്താതിരിക്കാൻ, ഫസൽ വധക്കേസ് എത്താതിരിക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ തന്നെ പ്രാദേശിക നേതൃത്വം നടത്തിയിരുന്നു. എന്നാൽ ഫസലിന്റെ കൊലപാതകത്തിന് പിന്നിൽ ശരിക്കും കൃത്യമായി ആരാണെന്ന് അറിയാവുന്ന 3 പേർ ഉണ്ടായിരുന്നു. അതായത് റയീസ്, സലീം, അതുപോലെ സലീമിന്റെ ഒരു സുഹൃത്ത്. അതിൽ സലീം ആദ്യം ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സലീം കൊല്ലപ്പെടുന്നു. ഇത് സംഭവം കഴിഞ്ഞപ്പോൾ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരാളെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ കാര്യങ്ങൾക്ക് എന്തോ ഒരു ദുരൂഹതയുണ്ട്. ആ കാലഘട്ടത്തിലുണ്ടായ ഈ മരണങ്ങളൊക്കെ അന്വേഷിക്കണം എന്നാണ് പിതാവിന്റെ ആവശ്യം. ശരി, എന്തായാലും പിതാവ് വീണ്ടും ദുരൂഹത ഉയർത്തിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേസ് ഇപ്പോൾ വിചാരണയുടെ ഘട്ടത്തിലാണുള്ളത്. കോടതിയുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. പുനരന്വേഷണം എന്ന ആവശ്യവുമായി പിതാവ് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും കോടതിയിനകത്ത് സ്വീകരിക്കുന്ന നിലപാടെന്നുള്ളത് നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകിയത് സുനിൽ ഐസക്.